എന്താ പരിപാടി? എവിടെ പോണ്? അറിയത്തില്ല. നമ്മളിത് ഇവൻ കൊണ്ടുവന്ന് രാവിലെ എണീറ്റ് ഉറക്കപ്പിച്ചിൽ വന്ന് ഇതിന് വേണ്ടിയിട്ടായിരുന്നു, ലൈക്ക് കയാക്കിങ്ങിന് വേണ്ടിയിട്ട്. ഫീൽ സോ സ്പെഷ്യൽ. ചിയേഴ്സ് ടു മോർ ഫസ്റ്റ്. ഹായ്, നമ്മൾ കയാക്കിങ്ങിനിടയ്ക്ക് ബ്രേക്ക് എടുക്കാണ്. ആയിട്ടില്ല, ഇനിയും കിടക്കുന്നു. വിശക്കുന്നുണ്ടോ? നല്ല വിശപ്പ്. ഇപ്പൊ നല്ല വെയിലായിട്ടുണ്ട്. നല്ല കിട്ടില്ല സൺറൈസും കണ്ട് അത് ചായ കുടിക്കാൻ വേണ്ടി ഒരു പിറ്റ് സ്റ്റോപ്പിൽ നിർത്തിയിരിക്കുകയാണ്. നൈസ്, നല്ല വെട്ടുകിട്ടും. ഇനിയിപ്പോൾ ഒരു ചായയും പഴംപൊരി കൂടെ കഴിച്ച് മെയിൻ കോഴ്സ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകുന്നു. സ്നാക്സ് വിത്ത് വ്യൂ. നമ്മുടെ ഇവൻറ്റ്ഫുള്ളായ കയാക്കിംഗ്, വെറും കയാക്കിംഗ് അല്ല, നാടോടി കയാക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. ലൈക്ക് ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവമാട്ടോ ഈ കയാക്കിംഗ്. നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ ഒത്തിരി സൺറൈസസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ തുഴഞ്ഞു പോയി കായലിൻ്റെ സൈഡിൽ നിന്നിട്ട് ഒരു സൺറൈസും ആ സ്കൈയും ആ കളേഴ്സും കൂടെ കുറേ ഹൗസ് ബോട്ട്സും എല്ലാം ആയിട്ട് ഇപ്പം തന്നെ കാണാൻ നമുക്ക് 3 ബോട്ട്സ് ഇതുവഴി പോകുന്നത്. അപ്പം സോ താങ്ക് യു നാടോടി കയാക്കിംഗ് ഫോർ ഇൻവൈറ്റിംഗ് അസ്. അങ്ങനെ നമ്മുടെ കയാക്കിംഗ് ഇതാ എവിടെ കഴിഞ്ഞിരിക്കുന്നു. കയാക്കിംഗ് കഴിഞ്ഞു. നമ്മൾ രാവിലെ പോയി, സത്യം പറഞ്ഞാൽ നല്ല വെള്ളത്തിനോട് പേടിയുള്ള ആള്. പക്ഷെ കയാക്കിൽ കയറി സ്മൂത്തായിരുന്നു, അടിപൊളിയായിരുന്നു. രാവിലെ നല്ല സ്കൈ, നല്ല കളേഴ്സ്. പിന്നെ തിരിച്ചു വന്നപ്പോൾ ക്രൗഡഡ് ആയി. പക്ഷെ ക്രൗഡ് കുറവായിരുന്നു. വെയിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നായിരുന്നു വെയിൽ കൂടുതൽ. അതിന്റെ ചെറിയൊരു ടയർഡ്നെസ് ഉണ്ട്. പക്ഷെ റെസ്റ്റ് ഓഫ് ഓൾ എപ്പിക് ആയിരുന്നു, ശരിക്കും എപ്പിക്. നമ്മളിപ്പോൾ ബ്രദേഴ്സിലാണ് ഗൈസ്. എന്താ കഴിക്കാൻ പറഞ്ഞ? ഞാൻ ഇച്ചിരി റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇടിയപ്പവും മുട്ടക്കറി. ഓ സോറി, അപ്പവും മുട്ടക്കറിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതൊക്കെ വരുന്നു. പക്ഷെ ബ്രദേഴ്സിലിരുന്ന് അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉറങ്ങാൻ പറ്റത്തില്ല. എന്താണ് ഇല്ലേ? നേരത്തെ പറഞ്ഞു പഠിപ്പിക്കണ്ടേ? ബ്രദേഴ്സിൽ വെച്ചിട്ടാണ് മണിച്ചിത്രത്താഴ് തുടങ്ങിയ പ്രമുഖ മലയാള സിനിമകളുടെ ജനനം എന്ന് പറയുന്നത്. ഒരുപാട് ഫിലിം ആക്ടേഴ്സും ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഇവിടെ റൂം എടുത്തിരുന്ന് പല സിനിമകൾക്കായിട്ട് വന്നിട്ടുള്ള ചരിത്രം ഈ ബ്രദേഴ്സിനുണ്ട്. സോ ഇവിടെയായിരുന്നു നമ്മൾ ഇന്നലെ രാത്രി നിന്നത്. മീച്ചോഹോളിക് ഹോംസ് എന്നായിരുന്നു ഇതിൻ്റെ പേര്. കുറച്ച് ഹിപ്പി കോസി വൈബ് ആയിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അടുത്ത എങ്ങോട്ടാ വന്നേക്കുന്നത്? ഇന്നലെ നിന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ഇപ്പം ഇന്ന് മണ്ഡല ഹോംസിലാണ്. ഇന്നലെ ഞങ്ങൾ ആക്ച്വലി തിരിച്ച് ഇന്ന് നിങ്ങളുടെ വന്ന വഴി കണ്ട ഒരു പ്രോപ്പർട്ടിയാണ്. റിയലി നൈസ്. ഐ തിങ്ക് നല്ലൊരു പ്രൈവറ്റ് ബീച്ചൊക്കെ ഉണ്ട്. അതെ, എന്തായാലും ഇന്ന് യെസ് യെസ് യെസ്.
നമുക്ക് അതിൻ്റെ അടിയിലത്തെ ഏരിയയിലൊന്നും ചെന്ന് നിന്നാൽ മനസ്സിലാവും ആ ഒരു പൊള്ളണ ചൂട്. അവിടെ നിന്ന് ഈ മരത്തിൻ്റെ അടിയിലേക്ക് വന്നിട്ട് ആ കാറ്റ് പിടിച്ചിട്ടുണ്ടല്ലോ. സോ ഗുഡ്. നമ്മുടെ റൂം അങ്ങനെ ക്ലീനാക്കി സെറ്റാക്കി തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ലോട്ടസ് ഇറ്റ്സ് എ സ്മോൾ കോസി സ്പേസ്. കൊള്ളാം അല്ലേ? വ്യൂ ആണ് ഡീസൽ നോർമൽ ക്ലീൻ ഡീസൽ ബാത്റൂം. നമ്മൾ ഫ്രഷായി റൂമൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് കുറച്ചൊരു പുറത്തൊക്കെ നടന്ന് പിന്നെ ലഞ്ച് കഴിക്കാൻ സമയമായപ്പോഴത്തേക്കും എവിടെ പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കുറേ പേരോട് ചോദിച്ചപ്പോഴത്തേക്കാണ് ദൈവ റെസ്റ്റോറൻറ്റിൽ വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു വെയിലത്ത് സ്കൂട്ടറിൽ ദൈവത്തിൽ വന്ന് മനസ്സ് നിറയെ ഫുഡ് കഴിച്ചു. അതും ആ മത്തി ഫ്രൈ, ഒന്നും രണ്ടും അല്ല 5-6 മത്തി ഫ്രൈ വിത്ത് ദാറ്റ് പൊടി, പിന്നെ പരിപ്പ് പുളിശ്ശേരി, അതും നല്ല പുളിശ്ശേരി, പിന്നെ കുറേ സൈഡ് ഡിഷസ് ഉണ്ട്. ആ ഡിഷസ് എല്ലാം ഭയങ്കര റിയലി ഗുഡ്. നമ്മളിപ്പോൾ ഫുഡ് ചോറൊക്കെ കഴിച്ച് കഴിയുമ്പോൾ കുറച്ച് മധുരം വേണമല്ലോ. കുറച്ച് മധുരം കഴിഞ്ഞിട്ട് ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല. അച്ചായ സോറി ഫോർ ദ ഡിലേ അല്ലേ. ആദ്യം തന്നെ ക്ഷമിക്കണം. ഞങ്ങൾ ആ ചൈൻസിലെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഫുൾ മത്ത് പിടിച്ച് നടക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല മഴ പെയ്തു. പിന്നെ ഞങ്ങളൊരു ഷൂട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ 2 കോസ്റ്റ്യൂം ചേഞ്ചിൽ 2 ഷൂട്ടൊക്കെ കിഡിലിന് ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങളിത് ഈ ബീച്ചിൽ സൺസെറ്റ് ആവുന്നു, ഓൾമോസ്റ്റ് സൺസെറ്റ് ആവുന്നു. അപ്പോൾ ആ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. കുറേ സ്ട്രഗിൾസ് ആൻഡ് ഹാർഡ്ഷിപ്സിൻ്റെ ഇടയ്ക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 2 ദിവസം വാസ് മച്ച് നീഡഡ്. ഭയങ്കര സന്തോഷം, സമാധാനം. നമ്മളെവിടാ? നൊസ്റ്റാൾജിയ അടിച്ച് കുട്ടി രാത്രി വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ക്രീം കോർണറിൽ വന്നു. നല്ല ചിക്കൻ നൂഡിൽസും ബട്ടർ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. വെയിറ്റിംഗ്. നല്ല മഴയാണ്, നല്ല തണുപ്പാണ്, നല്ല തണുപ്പ്. വെയിറ്റിംഗ്. കഴിഞ്ഞ് 2 ദിവസത്തെ ആലപ്പുഴ ട്രിപ്പ് ഇവിടെ തീരുകയാണ്. തീർന്നിട്ടില്ല. അതിനെ കുറിച്ച് പറഞ്ഞോ. അതല്ല, സർപ്രൈസാണ്. ട്രിപ്പ് തുടങ്ങിയപ്പോൾ ആദ്യം കയറിങ്ങൾ രാവിലെ പോകണമെന്ന് വിചാരിച്ചിറങ്ങി. പക്ഷെ ടയർഡായതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. എവിടെ പോകണം, എന്ത് ചെയ്യണം, ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ആകെ കയാക്കിങ്ങിന് പോകണം നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞു. സ്റ്റേ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല, ദിവാലി തിരക്കായതുകൊണ്ട്. നേരെ ഇറങ്ങിയിട്ട് പിന്നെ എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷെ എല്ലാം നല്ലതായിരുന്നു, നന്നായിട്ട്. അതെ, മഴയൊക്കെ പെയ്തെങ്കിലും നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് മഴയൊന്നും പെയ്തൊന്നുമില്ല. പെയ്തപ്പോൾ നല്ല നൈസ് ഡ്രസ്സസ് ആയിരുന്നു, നല്ല മൂടുള്ള മഴയായിരുന്നു. ഇടയ്ക്ക് ഇച്ചിരി ഡ്രൗസി ആയിരുന്നു, പക്ഷെ എന്നാലും അതെ. അങ്ങനെ we see you in the next vlog if there is anything. Okay, bye bye. നമ്മളൊരു കാര്യം പറഞ്ഞു, ഒരു സർപ്രൈസ്. ദിസ് ഇസ് ഇറ്റ്.
എറണാകുളം തിരിച്ചെത്തി. സാഡ് ഫേസ് ആണ്. ഹോപ്പ്ഫുള്ളി ഈ വ്ലോഗ് നല്ലതായി വരുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് കാണും, ഇനിയും കാണേണ്ടി വരും. അപ്പോൾ ഓക്കെ, ബൈ.